എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനൂസ് സുരേന്ദ്രനാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നേന്ത്രപ്പഴ നുറുക്ക്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇലയിലും അല്ലെങ്കിൽ സദ്യയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഓണസദ്യയിലൊക്കെ വിളമ്പാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള, ഓണത്തിന് പഴമാണല്ലോ പ്രധാനം. അപ്പോൾ ആ പഴം വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നുറുക്കാണ് നമ്മൾ ഇന്ന് ഇതാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് 3 സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവരും അറിയായിരിക്കും, പക്ഷേ നമ്മളിതിൽ കുറച്ചുകൂടെ ഒരു വെറൈറ്റീസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയിൽ കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ തുടർച്ചയായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പഴനുറുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഒരു 5 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഈ ലെവലിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. തുടങ്ങി കുറച്ച് വലുതായിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് ഇതാക്കാം. പാത്രത്തിലേക്ക് മാറ്റി നമുക്കിത് വേവിക്കാൻ എടുക്കാം. ഞാനിവിടെ 4-5 പഴം എടുത്തതിനാണ് 1 ഗ്ലാസ് വെള്ളം നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ വേവിച്ചെടുക്കണം. നമ്മുടെ പഴം വേകുന്ന അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി വെല്ലപ്പാവ് എടുക്കേണ്ടതുണ്ട്. വെല്ലത്തിൽ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നമുക്ക് ഇതിനെ വെല്ലപ്പാവ് ഒഴിച്ച് അരിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെല്ലപ്പാവ് റെഡിയാക്കാം. 5 വെല്ലമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് പാവാക്കാം. പഴം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് അടുപ്പത്ത് വെച്ച് നന്നായി തിളപ്പിച്ച് നമ്മൾ ഇതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് വറ്റിക്കുക. ഒരുപാട് ഇളക്കി ഉടയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീക്കി മറിച്ച് കൊടുക്കുക. ഏകദേശം ഇതിലത്തെ വെള്ളം എല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. വെല്ലപ്പാവ് നമുക്കിതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിക്കണം. കല്ല മീൻസ് ഒരു പൊടി ഉണ്ടാവും ഇതിൽ, കണ്ടോ? അതിനാണ് നമ്മളിത് അരിച്ചൊഴിക്കുന്നത്. നന്നായി തിളച്ച് വറ്റി വരട്ടെ കുറച്ച്. അപ്പോൾ ആ ടേസ്റ്റ് നമ്മുടെ പഴത്തിൽ ആ വെല്ലപ്പാവിൻ്റെ ഇതൊക്കെ വെല്ലമൊക്കെ ഇറങ്ങി ഒരു നല്ലൊരു ടേസ്റ്റാണത്. ഏകദേശം വറ്റി ഇതാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചിരവി വെച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലൊരു ഞാൻ 1/2 മൂടി തേങ്ങയാണ് ഇട്ടിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക. നമുക്കിത് കുറച്ച് ഏലക്കാപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നല്ലൊരു മണവും ഏലക്കായൻ്റെ മണവും നെയ്യിൻ്റെ ഒരു മണമൊക്കെ നമുക്ക് അടിപൊളിയായി വരുന്നുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കുക. നുറുക്ക് അടിപൊളിയായിട്ട് റെഡി ആയിരിക്കണം. കണ്ടോ? നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സംഭവം അടിപൊളി കിടിലായിട്ടുണ്ടാവുന്ന. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമുക്കത് കഴിച്ച് നോക്കാം. സംഭവം അടിപൊളി, ഒരു രക്ഷയില്ല. ആ പഴത്തിൽ ആ വെല്ലത്തിൻ്റെയൊക്കെ ആ ഒരു ഇതൊക്കെ ഇറങ്ങിയിട്ട്, വെല്ലപ്പാവിൻ്റെ അതൊക്കെ ഇറങ്ങിയിട്ട്, അതും ആ ഒരു നമ്മുടെ ഏലക്കൻ്റെ മണവും നെയ്യിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ വേറെ ലെവൽ സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്ന് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഞാൻ നിങ്ങളുടെ ഷിനൂസ് സുരേന്ദ്രനാണ്. സൈനിങ് ഓഫ്. ബൈ.